ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്ത ദോ പത്തി അതുപോലെ ദ ബക്കിംഗ്ഹാം മർഡേഴ്സ്, ഈ രണ്ട് സിനിമകളെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കമൻറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങളത് ഈ വീഡിയോയുടെ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എനിക്ക് ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഡൗട്ടുണ്ട്. കാരണം നെറ്റ്ഫ്ലിക്സിൻ്റെ കോണ്ടൻറ്റ്സ്, ഇന്ത്യൻ കോണ്ടൻറ്റ് സെലക്ട് ചെയ്യുന്നത് ആരാണെന്ന് സത്യം പറഞ്ഞൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അവർ ഒന്നുകിൽ ചില ഫിലിംസ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഓൺ പ്രൊഡക്ഷൻസിൽ വരാറുണ്ട്, ചിലത് ഡയറക്റ്റ് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യുന്ന ഫിലിംസായിട്ടും വരാറുണ്ട്. അപ്പം ഈ രണ്ട് ഫിലിംസിൻ്റെയും ഇന്ത്യൻ കോണ്ടൻറ്റ് നോക്കുകയാണെങ്കിൽ, ബോളിവുഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ആയിക്കോട്ടെ, ഏത് കോണ്ടൻറ്റ് ആയാലും ഇന്ത്യൻ കോണ്ടൻറ്റിൽ വളരെ മോശമായിട്ടുള്ള സിനിമകളാണ് ഒരു 90% നെറ്റ്ഫ്ലിക്സിൽ വരുന്നത്. എക്സെപ്ഷൻ ആയിട്ടുള്ള ചില സിനിമകളുണ്ട്. ഇപ്പോൾ മിന്നൽ മുരളി അങ്ങനെയുള്ള ചില സിനിമകൾ വളരെ എക്സെപ്ഷനാണ്. ബട്ട് ഒരു 90% കോണ്ടൻറ്റ്സും വളരെ മോശം സിനിമകളാണ്. തിയേറ്ററിക്കൽ വാച്ചിന് ഒട്ടും കൊള്ളാത്ത സിനിമകളാണ് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യുന്നത്. എങ്ങനെ ഇവർ അത്രമാത്രം പ്രോപ്പറായിട്ട് ഇത് സെലക്ട് ചെയ്യുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. കാരണം അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ രണ്ട് ഫിലിംസും. ദോ പത്തി ആയാലും അതുപോലെ ബക്കിംഗ്ഹാം മർഡേഴ്സ് ആയാലും രണ്ടും ഒന്നിനൊന്നിന് മെച്ചമാണ്. ഏതാണ് ഏറ്റവും മോശം എന്ന് മാത്രം ഒന്ന് ഒന്ന് നോക്കിയാൽ മതി, ഒന്ന് അളന്ന് നോക്കിയാൽ മതി. ആ ഒരു ലെവലിലുള്ള ഫിലിംസാണ് രണ്ടും. ഇപ്പം ദോ പത്തിയിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ക്രൈം മിസ്റ്ററി ത്രില്ലർ എന്ന രീതിയിൽ വന്നൊരു ഫിലിമാണ്. കജോളാണ് പ്രധാന കഥാപാത്രമായിട്ട് വന്നത്. അതുപോലെ കൃതി സനോനും ഇതിൽ ഒരു പ്രധാന ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. ഇവരാണ് മെയിൻ ലീഡായിട്ട് വരുന്നത്. ലേഡി ഓറിയൻറ്റഡ് ഫിലിം തന്നെയാണ്. ഈ ഒരു ഫിലിമിൻ്റെ ഒരു പ്ലോട്ട് ഈ റീസെൻ്റായിട്ട് ഞാനിപ്പം ഒരു നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു സംഭവവുമായിട്ട് കുറച്ചൊരു സാമ്യത വരുന്നുണ്ട്. ഇപ്പോൾ ഈ 2 ദിവസം മുന്നേ ന്യൂസിലൊക്കെ വന്ന ഒരു ഗാർഹിക പീഡന കേസുമായിട്ട് കുറച്ച് ബന്ധമുണ്ട്. അതുപോലൊക്കെ തന്നെയാണ് ഫിലിമിലും വരുന്നത്. ആദ്യത്തെ ഒരു മണിക്കൂർ സത്യം പറഞ്ഞ സിനിമ കണ്ടപ്പോൾ ഇതെന്താണ് ഇത് നടക്കുന്നതെന്ന് എനിക്ക് ഒരു ഇതുമില്ലായിരുന്നു. കാരണം ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ചുമ്മാ കുറേ ഗാർഹിക പീഡനവും കുറേ അടിയും ഇടിയും അങ്ങനെയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു രീതിയിലേക്ക് പടം മാറുന്നു. കംപ്ലീറ്റ്ലി പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയായിരുന്നു ഈ ദോ പത്തി എന്ന് പറയുന്ന ഫിലിമിൽ. കാജോളിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഒരു പോലീസ് ഓഫീസറായിട്ട് വരുന്നു, മേലുദ്യോഗസ്ഥൻ്റെ അടുത്ത് പോകുന്നു. മേലുദ്യോഗസ്ഥൻ പറയുന്നു ഓക്കെ ഇത് പറ്റത്തില്ല എന്ന്. അവൾ വന്ന് കൃതി സനോൻ്റെ അടുത്ത് വരുന്നു. കൃതി സനോൻ പറയുന്നു ഇല്ല എനിക്ക് കേസൊന്നും ഇല്ല എന്ന് പറയുന്നു. പിന്നെ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് കജോളിൻ്റെ പണി. അവസാനം ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്ക് വക്കീൽ കുപ്പായോട് അണിയുന്നു. വക്കീൽ കുപ്പായോട്ട് അണിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കേസും വിജയിച്ച് എല്ലാം കഴിഞ്ഞ് വളരെ ഈസി ആയിട്ട് കേസ് വിജയിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് എങ്ങനെ ഞാൻ ഈസി ആയിട്ട് കേസ് വിജയിച്ചു എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് ഓക്കെ ഇവരെന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു ലെവലിലാണ് ഫിലിം പോകുന്നത്. വളരെ പ്രഡിക്റ്റബിളായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ്. കൃതി സനോൻ ഇതിൽ ഡബിൾ റോളിലാണ് വരുന്നത്. ഒരു ക്യാരക്ടർ കൊണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഒരു ക്യാരക്ടറും കൂടെ ആയിട്ട് വരുന്നത്. അത് രണ്ടും എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. ഒരു ക്യാരക്ടർ കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണെങ്കിൽ മറ്റേത് കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആ ഒരു ലെവലിലാണ് ഫിലിം വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു ഒരു എക്സിക്യൂഷൻ ആയിരുന്നു ആ ഫിലിമിൻ്റെ. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഫിലിം. ചുമ്മാ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ഒരു 2 മണിക്കൂർ ചുമ്മാ കളയണമെങ്കിൽ പോലും നിങ്ങൾ കാണാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ആ ഫിലിമിനെ കുറിച്ച്. പ്രത്യേകിച്ച് ഒന്നുമില്ല സിനിമയിൽ, ചുമ്മാ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഫിലിം, അത്രയേ ഉള്ളൂ. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും കൃതി സനോൻ തന്നെയാണ്. പുള്ളിക്കാരി ആക്ച്വലി നല്ലൊരു ആക്ട്രസ്സാണ്. കൃതി സനോൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരുപാട് ഫിലിംസിൽ, ഇപ്പം മിലി ആയാലും അതുപോലെ 1-2 ഫിലിംസിൽ വളരെ പ്രോപ്പറായിട്ട് നല്ലോണം ആക്ട് ചെയ്യുന്ന ഒരു ആക്ട്രസ്സാണ് കൃതി സനോൻ എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള സ്റ്റോറി ഇത് തന്നെ ആക്ച്വലി പുള്ളിക്കാരി പ്രൊഡക്ഷനിൽ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും സെലക്ട് ചെയ്തു എന്ന് പറയുന്നതിൽ ഐ ഡോണ്ട് നോ വാട്ട് ഹെർ തിങ്കിങ് വാസ്. ബട്ട് വളരെ മോശം സിനിമയായിരുന്നു ദോ പത്തി എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇതിനോടൊപ്പം മത്സരിക്കാൻ പറ്റുന്ന മറ്റൊരു സിനിമയാണ് ദ ബക്കിംഗ്ഹാം മർഡേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന ലെവലിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ആ ഫിലിം കണ്ടത്. ഇതൊരു ലണ്ടനിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ്, അതായത് ഒരു കുഞ്ഞ് കൊല്ലപ്പെടുകയും അതിനുശേഷം മറ്റൊരു കുഞ്ഞിൻ്റെ ഒരു കൊലപാതകം അന്വേഷിക്കാനായിട്ട് ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ ഒറിജിനിലുള്ള ഒരു ലേഡി ഓഫീസർ നിയോഗിക്കപ്പെടുകയും ചെയ്യുന്നത്. ആ ഒരു ഇൻവെസ്റ്റിഗേഷനുമായിട്ട് മുന്നോട്ട് പോകുന്നതുമാണ് ഫിലിം.
ഇതും കുറേ ഡ്രഗ് ബസ്റ്റും ഡ്രഗ്സും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ പടം കുറേ കാണിക്കുന്നുണ്ടെങ്കിലും അവസാനം എത്തി നിൽക്കുന്ന അവിഹിതത്തിലാണ്. അവിഹിതം കാരണം കൊല്ലപ്പെടുന്നു എന്നുള്ള ലെവലിലാണ് ഫിലിം അവസാനിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് എന്താ പറയുക, എടുത്ത് പറയാനായിട്ട് ഇതിൻ്റെ അത്ര എന്താ പറയുക ഒളിപ്പിച്ച് വെക്കേണ്ട ഒരു ക്ലൈമാക്സോ കാര്യങ്ങളോ ഒന്നും അല്ല ഫിലിമിനകത്ത്. എല്ലാം പ്രഡിക്റ്റബിളാണ്, പക്ക പ്രഡിക്റ്റബിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ ആദ്യത്തെ ഫിലിമിൽ കജോൾ ചെയ്യുന്നത് പോലെ ഇതും ചുമ്മാ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ആരുടെ അടുത്തൊക്കെയോ സംസാരിക്കുന്നു, അതുമാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു കേസ് സോൾവ് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് അന്വേഷിക്കുന്നു, അതൊന്നും ഇല്ല ഫിലിമിനകത്ത്. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. എന്തുദ്ദേശിച്ചാണ് ഇവർ ഇങ്ങനെയുള്ള ഫിലിം ചെയ്തെടുക്കുന്നതോ. അതും കരീന കപൂറിൻ്റെ പ്രൊഡക്ഷൻ തന്നെയാണ് ഈ ഒരു ഫിലിമും. മറ്റേ കൃതി സനോൺ ചെയ്തതുപോലെ ഇതും കരീന കപൂർ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷനും ചെയ്തിരിക്കുന്നത്. അട്ടർ വേസ്റ്റ് മൂവിയാണ് ബക്കിംഗ്ഹാം മർഡേഴ്സ് എന്ന് പറയുന്നത്. എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ഇത് ഞാൻ വിക്കിപീഡിയയിൽ നോക്കിയപ്പോഴത്തേക്ക് ഈ ഒരു ഫിലിമിന് ഇതൊരു ഫ്രാഞ്ചൈസി ആയിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. എന്ത് കണ്ടിട്ടാണെന്ന് ഒരു പിടുത്തവുമില്ല. നിങ്ങൾക്ക് ചുമ്മാ തലവെക്കാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ 2 പടത്തിനും കൊണ്ട് തലവെച്ചോളൂ. പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല, വെറുതെ സമയം കളയാന്നുള്ളതേ ഉള്ളൂ. അപ്പം എന്തായാലും എന്താ പറയുക, മറ്റ് ഏതെങ്കിലും സിനിമ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായവുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.